നമസ്കാരം. ദിവസവും നമ്മുടെ മുമ്പിലേക്ക് ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ വാർത്തകളുണ്ട്, സോഷ്യൽ മീഡിയയിലും വാർത്തകളുണ്ട്. ഈ വാർത്തകൾ പലപ്പോഴും നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടാറുണ്ട്. ചിലർ അപരാധികളായിരിക്കും, ചിലർ കെണിയിൽ വീണവരായിരിക്കും, ചിലർ നിരപരാധികളായിരിക്കും. ഇവരുടെ വേദനയും ആശങ്കയുമൊന്നും ആരും അറിയണമെന്നില്ല. നിയമപരമായി ധാർമ്മികമായി ശരിയാണെങ്കിൽ കൂടി ഈ വാർത്ത ചിലരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് അപൂർവമാണ്, അസാധാരണമാണ്. സകല മാധ്യമങ്ങളും സകല മാധ്യമ പ്രവർത്തകരും ഈ അർത്ഥത്തിൽ ഇത്തരം നിരപരാധികളുടെ കണ്ണീരിന് ഉത്തരവാദികളാണ്. ഞാനിത് പറയാൻ കാരണം ഇന്നലെ മുതൽ പുറത്തേക്ക് വന്നൊരു വാർത്തയെ വിശകലനം ചെയ്തുകൊണ്ടാണ്. വാർത്ത മെന്റലിസ്റ്റ് ആദിയും സംവിധായകൻ ജിസ് ജോയിയും അടക്കം 4 പേർ ഇന്തോനേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന ബെന്നി വാഴപ്പള്ളിയുടെ 35 ലക്ഷം രൂപ പറ്റിച്ചു എന്ന വാർത്തയാണ്. ഈ ബെന്നി എനിക്കറിയാം. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ ഞാൻ ബെന്നിയെ വിളിച്ചിരുന്നു, ബെന്നിയോട് സംസാരിച്ചിരുന്നു. ബെന്നി പറഞ്ഞത് ന്യായമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. മെന്റലിസ്റ്റ് ആദി 35 ലക്ഷം രൂപ ബെന്നിയെ പറ്റിച്ചു എന്ന് തന്നെയായിരുന്നു വാർത്ത. എല്ലായിടത്തും വന്നതുപോലെ മറുനാടൻ്റെ ഓൺലൈൻ പോർട്ടലിലും വന്നു. വിശദമായി ആ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ബെന്നിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ബെന്നി മെന്റലിസ്റ്റ് ആദി എങ്ങനെയാണ് പറ്റിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു. ഞാൻ ജിസ് ജോയിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ചോദിച്ചു. കാരണം ഞാൻ കേട്ടിട്ടുള്ളത് അയാൾ ഒരു മാന്യനായ സിനിമക്കാരനാണെന്ന, കുടുംബവും ജീവിതവും പ്രാർത്ഥനയും ഒക്കെ കഴിയുന്ന, ഒരാളും വേദനിക്കരുതെന്ന് വിശ്വസിക്കുന്ന അപൂർവം മനുഷ്യജന്മങ്ങളിൽ ഒരാളാണ് ജിസ് ജോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്നോട് ബെന്നി പറഞ്ഞു, ജിസ് ജോയിയുമായി ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. മെന്റലിസ്റ്റ് ആദ്യം പറഞ്ഞു ജിസ് ജോയിയാണ് ഷോ ചെയ്യുന്നത്, ജിസ് ജോയിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടെന്ന്, അതുകൊണ്ട് സാങ്കേതികമായി ജിസ് ജോയിയെ കൂടെ പ്രതി ചേർത്തതാണെന്ന്. എന്നാൽ മെന്റലിസ്റ്റ് ആദി പറ്റിച്ചു എന്ന് ബെന്നി പറഞ്ഞപ്പോൾ അവിശ്വസിക്കേണ്ടതായി ഒന്നും എനിക്ക് തോന്നിയില്ല. സംഭവത്തെക്കുറിച്ച് ബെന്നി വാഴപ്പള്ളി കൊടുത്ത പരാതി ഇങ്ങനെയാണ്. കഴിഞ്ഞ 27 വർഷമായി ഇന്തോനേഷ്യയിൽ ബിസിനസ് ആവശ്യമായി സ്ഥിരതാമസമാക്കിയ ഞാൻ 2024 കാലയളവിലാണ് ആദർശ് കൊല്ലാടത്ത് അല്ലെങ്കിൽ മെന്റലിസ്റ്റ് ആദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളെ ഇന്തോനേഷ്യ കേരള സമാജത്തിന്റെ വാർഷികാഘോഷത്തിൽ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുന്നത്. അദ്ദേഹം അസാമാന്യ വാക്ചാരുതയോടെ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ പലവട്ടം ചലച്ചിത്ര താരം ശ്രീ മോഹൻലാലുമായും സിനിമാ മേഖലയിൽ മറ്റ് പ്രമുഖരുമായും തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. അതിന് തെളിവായി ശ്രീ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇടപെടുന്ന വീഡിയോകളും ഫോട്ടോകളും കൂടാതെ സിനിമാ മേഖലയിലെ മറ്റ് പല പ്രമുഖരോടുമൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം അദ്ദേഹം എനിക്ക് കാണിക്കുകയും ചെയ്തു. ശ്രീ മോഹൻലാലുമായി വെറും ഒരു പരിചയം മാത്രമല്ലെന്നും വ്യക്തിപരവും സാമ്പത്തികവുമായ ബന്ധമാണെന്നും സിനിമയുമായി ബന്ധപ്പെട്ട പല വലിയ കാര്യങ്ങളിലും തനിക്ക് സ്വാധീനമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും ആത്മവിശ്വാസത്തോടെ പേരുകൾ പറയുന്ന രീതിയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകളും എല്ലാം കൂടി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കുമെന്ന വിശ്വാസം എനിക്ക് സ്വാഭാവികമായി ഉണ്ടായി. ഇതിനുശേഷമാണ് അദ്ദേഹം ഇൻസോംനിയ എന്ന പേരിൽ കേരളത്തിലുടനീളം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പരിപാടിയെക്കുറിച്ച് എന്നോട് വിശദമായി പറയുന്നത്. ഇതൊരു സാധാരണ ഷോ അല്ലെന്നും വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണെന്നും സിനിമാ മേഖലയിലെ വലിയ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ശ്രീ മോഹൻലാലിൻ്റെ പേര് അദ്ദേഹം പലവട്ടം എടുത്തു പറഞ്ഞു. ഇതുവഴി ഈ പ്രോജക്റ്റിന് വലിയ വിശ്വാസ്യതയും ശക്തമായ പിന്തുണയും ഉണ്ടെന്ന് തോന്നൽ എനിക്കുണ്ടായി. സംസാരത്തിൻ്റെ തുടർച്ചയായി പരിപാടിയുടെ ഒരുക്കങ്ങൾ, ഹാളുകൾ, ടെക്നിക്കൽ ടീമുകൾ, പ്രൊമോഷൻ, യാത്ര, താമസം തുടങ്ങിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വലിയൊരു തുക ആവശ്യമാണ് എന്നും അത് താൽക്കാലികമായി വായ്പയായി നൽകിയാൽ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ പരിപാടി വലിയ വിജയമാകുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നും 1/3 വീതം നൽകാമെന്നും 2026 മുഴുവൻ പ്രോഗ്രാമുകളും എനിക്ക് നൽകാമെന്നും വാക്ക് പറയുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എൻ്റെ ബ്രാൻഡ് നെയിം പ്രൊഡ്യൂസറായി ഉപയോഗിച്ചാൽ പരിപാടിക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകും, എൻ്റെ ബ്രാൻഡിന് വലിയ റീച്ച് ഉണ്ടാകും, മീഡിയ കവറേജ് പബ്ലിസിറ്റിയും കൂടും, ഭാവിയിൽ എൻ്റെ ബ്രാൻഡ് വലിയ ഗുണമുണ്ടാകും എന്നിങ്ങനെ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആദ്യം ഞാൻ അതിൽ അത്ര താല്പര്യം കാണിച്ചില്ല. കാരണം എൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ അദ്ദേഹം ഇന്തോനേഷ്യയിൽ മലയാള സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ എനിക്ക് പ്ലാനുള്ള നിലയ്ക്ക് ഇത് നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്നിങ്ങനെ പറഞ്ഞ് തുടർച്ചയായി എന്നെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ പല ദിവസങ്ങളായി ആവർത്തിച്ച് പറഞ്ഞ് എൻ്റെ വിശ്വാസവും സൗഹൃദവും ഉപയോഗിച്ചാണ് അദ്ദേഹം എന്നെ സമ്മതിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കുമെന്ന വിശ്വാസത്തിലും വലിയ ആളുകളുടെ പേരുകൾ പറഞ്ഞുണ്ടാക്കിയ ആത്മവിശ്വാസത്തിലും ഒടുവിൽ ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാൻ സമ്മതിക്കായിരുന്നു. 3/07/2025 23,58,000 രൂപ, 15/07/2025 12,58,000 രൂപ എന്നിങ്ങനെ 35 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. ഈ പണം നൽകുമ്പോൾ ഇതൊരു ചതിയാണെന്നോ പണം തിരികെ കിട്ടില്ലെന്നോ ഒരു സംശയം പോലും എനിക്കുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളും
പ്രോജക്റ്റിൻ്റെ വിശ്വാസ്യതയും എൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുമെല്ലാം ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. പിന്നീട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ പ്രസ്തുത പരിപാടികൾ നടന്നു. എന്നാൽ പരിപാടികൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ ₹1 പോലും എനിക്ക് തിരികെ ലഭിച്ചില്ല. ആദ്യത്തിൽ ഞാൻ വളരെ സാവധാനം പണം തിരികെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അല്പം ഡിലേ ഉണ്ട്, അടുത്ത ആഴ്ച തീർക്കാം, അക്കൗണ്ട് സെറ്റിൽ ചെയ്യുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് വിഷയം മാറ്റിക്കൊണ്ടിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചപ്പോഴും വ്യക്തമായ വിവരങ്ങളൊന്നും തന്നില്ല. ഇതോടെ എനിക്ക് സംശയം തോന്നി തുടങ്ങി. ഈ സംശയം ഉറപ്പിക്കുന്നതിനായി 2025 ഒക്ടോബർ 29 ഞാൻ കൂടി നിർമ്മാണ പങ്കാളിയായ സിനിമയുടെ പ്രചരണാർത്ഥം ഞാനും ആക്ടർ ശങ്കറും കൂടി ശ്രീ മോഹൻലാൽ നേരിട്ട് കണ്ടപ്പോൾ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇൻസോംനിയ എന്ന പരിപാടിയുമായി തനിക്ക് ഒരുവിധ സാമ്പത്തികമോ പ്രൊഫഷണലോ ആയ ബന്ധമില്ല എന്നും തൻ്റെ പേര് ഉപയോഗിക്കാൻ താൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ പൂർണ്ണമായും തകർന്നുപോയി. അപ്പോഴാണ് പ്രമുഖ വ്യക്തിയുടെ പേര് വ്യാജമായി ഉപയോഗിച്ച് എന്നെ വിശ്വസിപ്പിച്ചാണ് പണം കൈപ്പറ്റിയെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. ഇതിനുശേഷം ഞാൻ വീണ്ടും ആദിയോട് പണം തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പൂർണ്ണമായി മാറി. അദ്ദേഹം എന്നോട് വളരെ കടുപ്പത്തോടെ സംസാരിക്കുകയും കേരള പോലീസും മറ്റു അന്വേഷണ ഏജൻസികളും എനിക്ക് വലിയ സ്വാധീനമുണ്ട്, അവരുടെ പല ഇൻവെസ്റ്റിഗേഷൻസിലും ഞാൻ അവരെ സഹായിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി അപകീർത്തിപ്പെടുത്തുമെന്നും വലിയ പ്രശ്നങ്ങളിലാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണി മൂലം ഒരു സാധാരണ പൗരനായി എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷയും എൻ്റെ പേരും മാനവും നഷ്ടപ്പെടുമെന്നതും കുറച്ച് വലിയ ആശങ്കയുണ്ടായി. ഈ വിഷയത്തെടുത്തുനിന്ന് ഞാൻ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പണം തിരികെ നൽകാനുള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ വ്യാജ അവകാശവാദങ്ങളും തെറ്റായ വാഗ്ദാനങ്ങളും നൽകി എൻ്റെ വിശ്വാസം, എൻ്റെ ബ്രാൻഡിനെയും ദുരുപയോഗം ചെയ്ത് 35 ലക്ഷം തുക കൈപ്പറ്റിയെന്നാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവുകയും അതിനെ തുടർന്ന് ഞാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന് ബെന്നി വാഴപ്പള്ളി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെന്നി വാഴപ്പള്ളി 35 ലക്ഷം രൂപ കടമായി വാങ്ങിയിരുന്നു, ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ ഒന്നും കൊടുത്തില്ല എന്നാണ്. ഈ പരാതി കണ്ടപ്പോൾ, പോലീസിൻ്റെ FIR കണ്ടപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഈ മെന്റലിസ്റ്റ് ആദി 8 വർഷം മുമ്പ് ഒരു കാര്യവുമില്ലാതെ മറുനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അന്ന് സംഗീതജ്ഞൻ ബാലഭാസ്കർ കൊല്ലപ്പെട്ട സമയമാണ്. ബാലഭാസ്കറിന്റെ അപകട മരണത്തിൽ എല്ലാവരും വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലഭാസ്കറിന്റെ പിതാവിനും കുടുംബത്തിനും ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു വാർത്ത ഞാൻ അറിയുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച് ഞങ്ങൾ ആ വാർത്ത കൊടുക്കുന്നു. ആ വാർത്ത കൊടുത്ത ഉടൻ ഈ മെന്റലിസ്റ്റ് ആദി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സംവൺ സഡ് യുവർ നെയിം ഇസ് ഷാജൻ സ്കറിയ. നിന്റെ പേര് ഷാജൻ സ്കറിയ എന്ന് ആരൊക്കെയോ എന്നോട് പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്കറിയത്തില്ല, നിന്നെ അറിയത്തില്ല, നിന്റെ പേര് ഞാൻ കേട്ടിട്ടുമില്ല. അണ്ടിൽ ദിസ് മൊമെന്റ് ഐ ഡോണ്ട് നോ ഹൗ ടു റീച്ച് യു. നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കിതുവരെ ഒരറിവുമില്ല. ആർ യു ഡൂയിങ് ദിസ് ഫോർ റിയൽ? നീ ഇത് ശരിക്കും ചെയ്യുന്നതാണോ? യു ആൻഡ് യുവർ മറുനാടൻ മലയാളി പോർട്ടൽ കീപ് യുവർ ഡേർട്ടി പെൻ അവേ ഫ്രം ബാലു ആൻഡ് അപ്പോളജൈസ്. നീയും നിന്റെ മറുനാടൻ മലയാളി പോർട്ടലും നിന്റെ വൃത്തികെട്ട പേന ബാലുവിൽ നിന്ന് മാറ്റിക്കോണം. ഓർ എന്നിട്ട് നീ മാപ്പും പറയണം. ഓർ ഐ വിൽ റീഡെഡിക്കേറ്റ് മൈ എൻറ്റയർ ലൈഫ് ടു മേക്ക് യുവേഴ്സ് മിസറബിൾ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം റീഡെഡിക്കേറ്റ് ചെയ്യും. നേരത്തെ ഡെഡിക്കേറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല, എന്തായാലും റീഡെഡിക്കേറ്റ് ചെയ്യും നിന്റെ ജീവിതം ദുഃഖകരമാവാൻ. ഈ ഭീഷണി മുഴക്കിയിട്ട് 8 വർഷമായി. ഈ മാന്യൻ റീഡെഡിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ ജീവിതം മിസറബിളായി എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയൊന്നുമില്ല. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് പിന്നീട് ശരിയായി വന്നു. വീട്ടുകാർ രംഗത്ത് വന്നു. CBI അന്വേഷണം വരെ നടന്നു. അന്വേഷണം അതിന് വഴിക്ക് പോയി. പക്ഷേ വീട്ടുകാരുടെ വേദനയും ആശങ്കയും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. മറ്റുള്ള മാധ്യമങ്ങൾക്ക് മുമ്പ് ഞാൻ അത് റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിലായിരുന്നു എന്നെ തെറി വിളിച്ചത്. അതിൻ്റെ അടിയിൽ മുഴുവൻ എന്നെക്കുറിച്ചുള്ള തെറിവിളികളായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിട്ട് ഇവരാരും തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത ഒരുത്തൻ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന മെന്റലിസ്റ്റ് ആദിയുടെ തനിനിറം അനാവരണം ചെയ്യണം എന്നോർത്ത് ഞാൻ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നു. അതിനിടയിൽ എനിക്കൊരു കോൾ വരുന്നു. തിരക്കഥാകൃത്ത് സഞ്ജയുടേതാണ്. സഞ്ജയ് എനിക്ക് വ്യക്തിപരമായി അറിയാം. സത്യസന്ധതയുടെ പ്രതീകമായി ഞാൻ കാണുന്ന ഒരാളാണ്. സഞ്ജയ് പറഞ്ഞു, ജിസ് ജോയിയെ കുറിച്ചുള്ള വാർത്ത തെറ്റാണ്. ഞാൻ സഞ്ജയോട് പറഞ്ഞു, അത് സഞ്ജയ് പറയേണ്ട കാര്യമില്ല, ജിസ് ജോയിയെ കുറിച്ചൊരു പരാതിയുമില്ല എന്ന് എന്നോട് പരാതിക്കാരനെ ബെന്നിയും പറഞ്ഞിട്ടുണ്ട്. ജിസ് ജോയി ആയിരുന്നു ഈ ഷോയുടെ ഡയറക്ടർ. ജിസ് ജോയിയോടൊപ്പം ചേർന്നാണ് ഈ ഇടപാട് നടത്തുന്നത് എന്നാണ് ബെന്നിയോട് മെന്റലിസ്റ്റ് ആദി പറഞ്ഞത്. അതുകൊണ്ട് സാങ്കേതികമായി ജിസ് ജോയിയെ പ്രതി ചേർത്തത് മാത്രമാണ്. അതുകൊണ്ട് ജിസ് ജോയി നിരപരാധിയാണ് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ സഞ്ജയ് അറിയിച്ചു. അതിനുശേഷം ഏറെ വൈകാതെ ജിസ് ജോയി എന്നെ വിളിക്കുന്നു. ജിസ് ജോയിയുടെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ
വാർത്ത ചെയ്യാനുള്ള എൻ്റെ ഫോക്കസ് പോലും നഷ്ടപ്പെട്ടു പോയി. വാസ്തവത്തിൽ മെൻ്റലിസ്റ്റ് ആദിയെ പോലും അത്രയും ശക്തമായി ആക്ഷേപിക്കാൻ കഴിയുമോ എന്ന ചോദ്യം എന്നിൽ ഉയർന്നു. ജിസ്റ്റോയി എന്നോട് പറഞ്ഞത് കേൾക്കുക. ജിസ, നമസ്കാരം. ജിസുവായി ഇപ്പൊ വാർത്തകളൊക്കെ കണ്ടു. ഞാനപ്പം ജിസുവായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് പറഞ്ഞത്. എന്താ സംഭവിച്ചതെന്നാണ് ഇതിൻ്റെ അകത്ത്? സാർ ആദ്യമേ തന്നെ ഞാൻ കാര്യം പറയട്ടെ, എന്റെ പേര് എന്തിനാണ് ഇതിനകത്ത് വലിച്ചഴിക്കുന്നത് എന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയും ചെയ്തതാണ്, എന്തിനാണ് എന്റെ പേര് ഇതിനകത്ത് വലിച്ചഴിക്കുന്നത്. കാരണം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് ഈ സീരീസിന്റെ ഡയറക്ടർ അല്ല ഞാൻ ഈ പറയുന്ന പരാതിക്കാരനിൽ നിന്ന് ഒരു രൂപ മേടിക്കുകയോ ഒരു ചായ മേടിച്ചു കുടിക്കുകയോ അയാളുടെ ഭക്ഷണം കഴിക്കുകയോ അയാളുടെ സൗഹൃദമോ വഴക്കോ ഒന്നും നേരെ ചൊവ്വ സംസാരിച്ചിട്ട് പോലില്ലാത്ത ഒരാളാണ് ഞാൻ ഓൾ ഓഫ് എ സഡൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ കാണുന്നത് ഞാൻ 4ാം പ്രതിയോ. എനിക്ക് അതായത് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപയെങ്കിലും വാങ്ങിച്ചു എന്നൊരു ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് തന്നാൽ ഞാൻ അദ്ദേഹം പറയുന്ന എന്തും ചെയ്യാൻ റെഡിയാണ്. എന്തും. അദ്ദേഹം പറയുന്നുണ്ട് ജിസുവായിട്ട് യാതൊരു ബന്ധം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് മുഴുവൻ അവനുമായിട്ടുള്ള ഇടപാടാണ്, മെന്റലിസ്റ്റുമായിട്ടുള്ള ഇടപാടാണ്. അവൻ പറഞ്ഞു ജിസാണ് ഷോയുടെ ഡയറക്ടറും, ജിസാണ് അതിന് ബാക്കി സാമ്പത്തികം, ഇതെല്ലാം നിങ്ങൾ തമ്മിൽ അവരെല്ലാം ഒരുമിച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സീരീസ് ഈ പറയുന്ന പരാതിക്കാരൻ നിർമ്മിച്ചിരുന്ന സമയത്ത് ഞാനല്ല ഇതിന്റെ സംവിധായകൻ. ഞാൻ സംവിധായകനായത് ഇപ്പോ ഈ 2 മാസത്തിനുള്ളിൽ നടത്തുന്ന ഷോകൾക്ക്, കൊച്ചിയിലും ഇപ്പൊ തൃശ്ശൂരും ഒക്കെ ചെയ്യാൻ പോകുന്ന ഷോകൾക്കാണ് ഞാൻ സംവിധായകൻ. അപ്പോഴാണ് ഞാൻ ഇതിനോട് ചേർന്നിട്ടുള്ളൂ. മറ്റേത് ആദിയുടെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അയാളുടെ ഒപ്പം എനിക്ക് ഇഷ്ടമാണ് ഈ മെന്റലിസം പരിപാടി. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ സംവിധായകനാണെങ്കിൽ ഉറപ്പായിട്ട് ഇവരുടെ കമ്പനിയിൽ നിന്ന് ഞാൻ റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടുണ്ടാവണമല്ലോ. അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ്, അതാ ഞാൻ പറഞ്ഞു, 1 രൂപ വാങ്ങിച്ചൊന്ന് ഒരു ഗൂഗിൾ പേയുടെ ഷോട്ടെങ്കിലും കാണിച്ചു തന്നാൽ അദ്ദേഹം പറയുന്ന എന്ത് നഷ്ടപരിഹാരം ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാം. ഒറ്റയ്ക്ക്. മനസ്സിലായി. അത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പെറ്റി കേസിൽ പോലും പെട്ടിട്ടില്ല സാൻസ്. അതിനിടയ്ക്ക് പെട്ടെന്ന് എണീക്കുമ്പോഴേ, ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മുടെ പേരും കാണുമ്പോ അതൊരു ഇതായിട്ട് തോന്നി. വീട്ടുകാർ വല്ല എന്തെങ്കിലും പറഞ്ഞു അമ്മയപ്പനും? പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞോന്ന്. അവർക്ക് ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമല്ലേ. സ്വാഭാവികമായിട്ട് പ്രായമായ പേരൻസ് ആണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ്. അപ്പൊ ആൾക്കാർക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണ്ടല്ലോ. അവർക്ക് ഈ സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്നു. എന്തുമാത്രം സത്യമാണെന്നൊന്നും ആൾക്കാർക്ക് നമുക്ക് ഓരോരുത്തരുടെയും പുറകെ നടന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സാറിന്റെ ഈ മീഡിയക്ക് ഇത്രയും പ്രചാരമുള്ള ഒരു മാധ്യമമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഔദാര്യമോ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു പണമോ 1 രൂപയോ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന എന്ത് നഷ്ടപരിഹാരവും ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ റെഡിയാണ്. അല്ലല്ല, ബെന്നി അത് പറയുന്നില്ല കേട്ടോ. ഞാനത് ബെന്നിയോട് ചോദിച്ചു. ബെന്നി അത് പറയുന്നേ ഇല്ല. ബെന്നിയോടൊപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പ്രതി ചേർത്തെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ടെക്നിക്കലാണ്. കാരണം എന്താ വെച്ചാൽ ബെന്നിയോട് ഇയാൾ പറഞ്ഞത്, ഈ ആദി പറഞ്ഞത് നമുക്കറിയില്ലോ. അപ്പൊ ആദി ഇതിൻ്റെ അകത്ത് ഉടായ്പ കാണിച്ചെന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാവുന്നത്. അങ്ങനെ ചൈപ്പറം പറയണ്ട, കാരണം അങ്ങേക്ക് അറിയത്തില്ല. പ്രഥമ ദൃഷ്ട്യാ എനിക്ക് ബോധ്യമാവുന്നത്. കാരണം അപ്പൊ പുള്ളി പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ നിങ്ങളെല്ലാവരുടെ കൂടിയാണ് നടത്തുന്നത്, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്ന ബെന്നിയോട് പറഞ്ഞെന്നാണ് ബെന്നി പറയുന്നത്. അതായിരിക്കും സംഭവിച്ചത്. അത് ശരിയാണ്. ഇപ്പൊ ഞാനാണല്ലോ ചേട്ടൻ സംവിധായകൻ. അതായത് അന്ന് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ഡയറക്ടർ അല്ല. ഇപ്പൊ ഞാനാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ ശരിയാ, ആദ്യം പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ ഞാനാ സംവിധായകൻ. പക്ഷെ അന്നത്തെ ഇവര് നമ്മളുടെ ഈ ഇഷ്യൂ നടക്കുന്നത് അവര് പ്രൊഡ്യൂസ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ടല്ലേ, അവര് പ്രൊഡ്യൂസ് ചെയ്ത ഷോയുമായി ബന്ധപ്പെട്ടില്ല. ആ ഷോയിൽ ഞാൻ സംവിധായകനല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഈ സാമ്പത്തിക തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ സാമ്പത്തികം വന്നെങ്കിലല്ലേ തട്ടിപ്പുള്ളൂ. സാമ്പത്തിക അല്ലേ. പിന്നെ സാൻസാന ഒരു കാര്യം ഞാൻ പറയണം. അതായത് നമ്മളെല്ലാവരും പറയും നമുക്ക് ചില ആൾക്കാരോടുള്ള അടുപ്പം, നമുക്ക് ചില ആൾക്കാരെ നമുക്ക് ഒരുപാട് അറിയാൻ സാധിക്കും, ചിലപ്പോൾ കുറച്ചേ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന ആളെ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹമായിട്ടുള്ള എന്റെ സൗഹൃദം. ഞാൻ എന്റെ ഉള്ളിലെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്റെ ഉള്ളിലെ നേരിലും സത്യസന്ധതയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ 3 ഇരട്ടി മാർക്ക് കൊടുക്കുന്ന, കണ്ണുമടച്ച് അയാളെ പരിചയമുള്ള ഓരോരുത്തരും കണ്ണുമടച്ച്, കാരണം അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് ശരിയാണ്. ഇവിടെ നമുക്കത് ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നെങ്കിലും കാലം അദ്ദേഹത്തിന് തെളിയിക്കും. അല്ല, പക്ഷേ പൈസ കൊടുത്തു ഞാൻ കണ്ടതാണ്, സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ് അദ്ദേഹത്തിന്. സാർ ഉറപ്പായിട്ടും സാർ, ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സാർ. ഒരാളൊരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി വരുന്നു. ആ സിനിമ പരാജയമായി എന്നിരിക്കട്ടെ. 10 കോടിക്ക് നിർമ്മിച്ച സിനിമ 8 കോടിയെ തിരിച്ചു കിട്ടിയുള്ളൂ, 2 കോടി നഷ്ടം വന്നു എന്നിരിക്കട്ടെ.
ആ 2 കോടി രൂപ അതിൽ അഭിനയിച്ച നടനോടോ അതിന്റെ സംവിധായകനോട് ചോദിച്ചാൽ അവർ തിരിച്ചു കൊടുക്കും? അല്ല, അത് നിർമ്മിക്കാൻ കൊടുത്തതാണെങ്കിൽ ഇതിപ്പോ ഈ പരിപാടിക്ക് വേണ്ടി കടം മേടിച്ചതാണ്, അങ്ങനെയാണ് എഗ്രിമെന്റ് ഉള്ളത്. നിർമ്മിക്കാനായിട്ട് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ലാഭം ഇല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചല്ല, പ്രൊഡ്യൂസറായിട്ട് മേടിച്ചല്ല. ഇത് കടം തരുന്നു, ആ കടം തിരിച്ചു തരാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സജൻ സാർ ഒരു കാര്യം കൂടെ കേൾക്കണം. ബെന്നിസ ഈ പറയുന്ന പരാതിക്കാരൻ സ്റ്റേജിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചുകൊണ്ടാണ് ഓരോ ഷോയും അന്ന് തുടങ്ങിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അദ്ദേഹം സാക്ഷിയാണ്. മുമ്പിലത്തെ സീറ്റിൽ അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട്. എല്ലാ ഷോയിലും, ആ 10 ഷോയിലും ഇദ്ദേഹം നിർമ്മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് ആ ഷോ തുടങ്ങിക്കൊണ്ടിരുന്നത്. ആ ഷോ അവസാനിക്കുമ്പോൾ ഇദ്ദേഹത്തെ നിർമ്മാതാവെന്ന് പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് വിളിപ്പിച്ചിട്ട് അതിന്റെ ക്ലിപ്പിങ്ങുകൾ ചേട്ടന് വേണമെങ്കിൽ അയച്ചു തരാം ഞാൻ. ഇതൊക്കെ അയച്ചു തരാം. അതാ പറഞ്ഞത്, നമ്മൾ കാര്യങ്ങൾ അറിയാതെയാണ് ആൾക്കാർ ഇപ്പൊ ഈ ആദിനെ ക്രൂശിലേറ്റുന്നത്. നിർമ്മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ അത് തുടക്കത്തിലും അവസാനം അദ്ദേഹം ഫിസിക്കലി പ്രസന്റ് ആണ് സ്റ്റേജിൽ, നിർമ്മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. ആ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എത്ര സ്റ്റേജിന്റെ ഉള്ളിൽ തരാം. ഞാൻ പിന്നെ ഈ മെന്റലിസ്റ്റ് ഇയാളോട് എനിക്ക് മതിപ്പില്ലാതെ പോയത് പണ്ട് മറ്റേ ഇയാളുടെ സുഹൃത്ത് ബാലഭാസ്കർ പരിചയപ്പോ എന്നെ അനാവശ്യമായി ചീത്ത വിളിച്ചുകൊണ്ട് വ്യാജ വാർത്തക്കാരൊക്കെ തോന്നി. ഞാൻ പറഞ്ഞ പിന്നീട് സത്യമായി മാറി. അതെന്തും ആവട്ടെ. അപ്പം എന്നോട് ഇയാൾ പറഞ്ഞത് കടം, എനിക്കറിയില്ല, ഞാൻ എഗ്രിമെന്റ് കണ്ടില്ല, കടം കൊടുത്തതാണ്. കോൺട്രാക്ട് ഇല്ല. പക്ഷെ നിർമ്മാതാവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ഷോയിലും. കാരണം ആ ക്ലിപ്പ് എനിക്ക് തോന്നുന്നു അത് പരാതിക്കാരന്റെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന അതാണ്. ഞങ്ങൾ ചെയ്തിരുന്ന ആ പറയുന്ന ഫോട്ടോയാണ് അദ്ദേഹം ഇപ്പൊ സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരും കൂടെ വെച്ചുകൊണ്ടുള്ളത്. അതാണ് ഞങ്ങൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ശരി നടക്കട്ടെ. താങ്ക് യു. ഇതിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ജിസ്റ്റോയുടെ കാര്യമാണ്. ഒരു ഊടിനും പോകത്തൊരു മനുഷ്യനാണ് ജിസ്റ്റോയി. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സുപ്രഭാതത്തിൽ തട്ടിപ്പുകാരൻ എന്ന് വാർത്ത വരുന്നു. ഈ വാർത്തയുടെ നിജസ്ഥിതി ആരും അറിയണമെന്നില്ല. പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന അതാണ് ജിസ്റ്റോയെ അലട്ടുന്നത്. ജിസ്റ്റോയെക്കുറിച്ച് പരാതിക്കാരന് പോലുമില്ല എന്നോർക്കണം. പറഞ്ഞിട്ട് എന്താ കാര്യം? തട്ടിപ്പിലെ പങ്കാളിയായി, പ്രതിയായി ജിസ്റ്റോയി ചിത്രീകരിക്കപ്പെടുന്നു. പ്രതിയാണ് താനും. എന്നാൽ ജിസ്റ്റോയുമായിട്ട് സംസാരിച്ചപ്പോൾ മെന്റലിസ്റ്റ് ആദിയെയും ആക്രമിക്കാനുള്ള ഒരു വാശി എനിക്ക് അതോടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. ബെന്നി പറയുന്നത് കടം വാങ്ങിയിരിക്കുന്നു, കടം തിരിച്ചു കൊടുത്തില്ല എന്നാണ്. അത് ശരിയാണ്. കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അത് വഞ്ചന തന്നെയാണ്. എന്നാൽ ഇവിടെ ജിസ്റ്റോയി പറയുന്നത് മെന്റലിസ്റ്റ് ആദിയുടെ പരിപാടിയുടെ പ്രൊഡ്യൂസറായിരുന്നു. അതുകൊണ്ടാണ് പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ബെന്നിയുടെ പേരെഴുതി കാണിച്ചതും ചിത്രം കാണിച്ചതും. പ്രൊഡക്ഷൻ നഷ്ടത്തിലായാൽ പ്രൊഡ്യൂസറല്ലേ നഷ്ടം സഹിക്കേണ്ടത്? ലാഭത്തിലാകാതെ എങ്ങനെ ലാഭവിഹിതം കൊടുക്കും? തീർച്ചയായും അതാണ് അതിന്റെ വശമെങ്കിൽ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ബെന്നി ഇതിന്റെ ഭാഗമായതെങ്കിൽ ഇവിടെ ജിസ്റ്റോയി പറഞ്ഞ ഭാഗം ശരിയാണ്. ഒരു പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾ ലാഭമുണ്ടെങ്കിൽ ലാഭം കൈപ്പറ്റും, ലാഭമില്ല നഷ്ടമാണെങ്കിൽ നഷ്ടവും സഹിക്കണം. ഇവിടെ ബെന്നി പറയുന്നത് പോലെ പ്രൊഡ്യൂസർ അല്ല, പണം കടം കൊടുത്തതാണെങ്കിൽ തീർച്ചയായും ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത് മെന്റലിസ്റ്റ് ആദിയാണ്. ഇവിടെ ജിസ്റ്റോയി പറയുന്നത് പോലെ ബെന്നി പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ ആ നഷ്ടം ബെന്നി തന്നെ സഹിക്കേണ്ടതുണ്ട്. ശരി ഏതാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ.